ഹലോ വ്യൂവേഴ്സ്, ഞാനിന്നിവിടെ വന്നിരിക്കുന്നത് ഒരു ബനാന കൊണ്ട് ഒരു പാൻ കേക്ക് ആട്ടോ ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്കുണ്ടാക്കാം. പെട്ടെന്നൊരു വൈകുന്നേരത്തേക്ക് ഒരു 4 മണി പലഹാരം ഉണ്ടാക്കണമെന്ന് വെച്ചാൽ അത് നമുക്ക് വേഗം തന്നെ ഉണ്ടാക്കാം. ഇത് നമ്മൾ ഹണിയും കൂട്ടിയാട്ടോ നമ്മൾ കഴിക്കുന്നത്. ആദ്യം തന്നെ ഞാനൊരു 2 പഴം എടുത്ത് നല്ലോണം സ്മാഷ് ചെയ്തെടുക്കുകയാണ്. നല്ലോണം നമ്മൾ നല്ലോണം സ്മാഷ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്തു, ശരി അത് മിക്സിയിലിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുത്ത്, പിന്നെ അത് കഴിഞ്ഞ ശേഷം ഒരു 2 മുട്ട അതിലേക്ക് ആ മിക്സിയിലേക്ക്, അതേ സെയിം മിക്സിയിലേക്ക് തന്നെ ഞാൻ 2 മുട്ട ആഡ് ചെയ്ത്, അത് കഴിഞ്ഞ ശേഷം കുറച്ച് ഒരു ടീസ്പൂൺ വാനില എസൻസ് അതിലേക്ക് ഞാൻ ആഡ് ചെയ്തു. എന്നിട്ട് പിന്നെ അത് അരച്ച് ആ പഴത്തിൻ്റെ ഇതിലേക്ക് തന്നെ ഞാനത് ആഡ് ചെയ്ത്, ആ പഴത്തിൻ്റെ മിക്സാണ് ആ പാത്രത്തിലുള്ളത്, അതിലേക്ക് തന്നെ ഈ മുട്ടയും ഇത് ആഡ് ചെയ്ത്, പിന്നെ ഒരു 1/2 കപ്പ് പഞ്ചസാരയും ഇച്ചിരി പാലും കൂടെ ഒഴിച്ച് ഞാനങ്ങ് നല്ലോണം അരച്ച് ഇതിലേക്ക് ആഡ് ചെയ്യുകയാണ്. എല്ലാം കൂടെ ഒന്നിച്ച് അരയ്ക്കായിരുന്നു, പക്ഷെ ഞാനത് അറിയാതെ മാറ്റിപ്പോയി. പഞ്ചസാര നമ്മൾ കേക്കിന് അരയ്ക്കുന്നവരെല്ലാം കൂടെ മൊത്തമായിട്ട് മിക്സിയിലിട്ട് നല്ലോണം ഗ്രൈൻഡ് ചെയ്തെടുത്താൽ മതി കേട്ടോ. അതിന് കുഴപ്പമൊന്നുമില്ല. ഞാൻ തനിത്തനി അങ്ങ് അരച്ചെന്നേ ഉള്ളൂ. പിന്നെ ഞാൻ ഇതിൻ്റെ അകത്തേക്ക് പഴവും പഞ്ചസാരയും എല്ലാ ഷുഗറൊക്കെ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ അവസാനമായിട്ടാണ് ഞാനിപ്പോൾ ഇത് മൈദ 1 കപ്പ് ഞാനിതിലേക്ക് ആഡ് ചെയ്യുന്നത്. ആഡ് ചെയ്ത് കഴിഞ്ഞ ശേഷം ഞാൻ കുറേശ്ശെ ആ വിസ്ക് വെച്ച് നല്ലോണം കട്ടയില്ലാതെ നല്ലോണം ഇളക്കിയെടുക്കുകയാണ്. പിന്നെ അത് കഴിഞ്ഞ് അതിന് കൂടെ തന്നെ കുറച്ച് ഉപ്പും, ഒരു 1/4 ടീസ്പൂൺ ഉപ്പും, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറുമാണ് ഞാൻ ഇട്ടിരിക്കുന്നത് കേട്ടോ. അതും കൂടി ഇട്ട് കുറച്ച് നന്നായിട്ടങ്ങ് ഇളക്കിയെടുക്കുക. അത് മൈദയുടെ കട്ടയൊന്നും ഇല്ലാതെ നമ്മൾ കേക്കിനൊക്കെ നമ്മൾ മിക്സ് ചെയ്യില്ലേ, അതേപോലെ തന്നെ നമ്മൾ മിക്സ് ചെയ്ത് എടുത്താൽ മതി കേട്ടോ. ഇപ്പം ഞാൻ നോക്കുമ്പോൾ അതിൻ്റെ തിക്നെസ് കുറച്ച് കൂടിയിട്ടാണ് ഉള്ളത്, അതുകൊണ്ടാണ് ഒരു 2 ടേബിൾ സ്പൂൺ പാലും കൂടെ ഞാൻ അതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്തിട്ട് കുറച്ച് ലൂസായിട്ട് മാവ് ഞാൻ എടുത്തത്. പിന്നെ അത് കഴിഞ്ഞ ശേഷമാണ് ഞാൻ അവസാനമായിട്ടാണ് ഞാൻ 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചത് അതിൻ്റെ അകത്തേക്ക്. അപ്പോൾ ഇതെല്ലാം കൂടെ അങ്ങനെ നമ്മൾ നോക്കുന്ന സമയത്ത് കേക്കിന് നമ്മൾ മിക്സ് ചെയ്യുന്ന പോലെ തന്നെയാണ് മിക്സ് ചെയ്തിരിക്കുന്നത്, ഒരു കുഴപ്പമില്ല. പക്ഷെ നമ്മൾ കേക്കിൻ്റെ ഓവനിലിട്ട് നമ്മളിങ്ങനെ ബേക്ക് ചെയ്തെടുക്കും. ഇത് നമ്മുടെ ദോശക്കല്ലില്ലേ, അതിലേക്ക് ഇങ്ങനെ ഒരു ചെറിയ സ്പൂണിൽ ഒരു തവി ഞാനത് ഒഴിക്കുകയാണ്. ഒഴിച്ചിട്ട് നമ്മൾ പരത്തുമൊന്നും ചെയ്യരുത്, അത് അങ്ങനെ തന്നെ അങ്ങ് വെച്ചേക്കണം. അങ്ങനെ തന്നെ ഒഴിച്ചിട്ട് അങ്ങനെ തന്നെ വെച്ചേക്കണം. നമ്മൾ ഒന്നും പരത്തുമൊന്നും ചെയ്യരുത്. അതിനൊരു മീഡിയം ഫ്ലെയിമിലാണ് ഞാനത് വെച്ചിരിക്കുന്നത്. കുറച്ചുകൂടെ കഴിയുന്ന സമയത്ത് അത് നമ്മുടെ അപ്പമൊക്കെ ഉണ്ടാക്കി വരുന്ന പോലെ കുഴി പോലെ വരും. ഒരു കുറച്ച് കഴിഞ്ഞ ശേഷം നമ്മൾ വളരെ ഫ്ലെയിം നമ്മൾ ലോയിലിട്ടാൽ മതി കേട്ടോ. പിന്നെ ഞാൻ 2 പാത്രത്തിലായിട്ടാണ് കാണിക്കുന്നത്. ഇത് വേറെ ചെറിയ പാത്രത്തിൽ ഞാൻ ഒഴിച്ചു കേട്ടോ. ആ കുഴി പോലെ വരുന്ന സമയത്ത് നമ്മളത് വേഗം അത് മറിച്ചിട്ടാൽ മതി. ദോശയൊക്കെ തിരിച്ച് നമ്മളിടില്ലേ, അതേപോലെ നമ്മൾ തിരിച്ചെടുത്താൽ മതി. അത് അങ്ങനെ ദോശ ചുടുന്ന പോലെയല്ല നമ്മൾ ചുട്ടെടുക്കുക. അതിനകത്ത് എണ്ണയൊന്നും നമ്മൾ ആഡ് ചെയ്യരുത്. ഇത് അങ്ങനെ തന്നെ ആ മാവ് ഒഴിച്ച് നമ്മൾ പരത്തുകയും ചെയ്യരുത്. അങ്ങനെ തന്നെ നമുക്കത് ചുട്ടെടുക്കാം. എല്ലാം ഇതേപോലെ തന്നെ നമ്മൾ ദോശ ചുടുന്ന പോലെ നമ്മൾ ചുട്ടെടുക്കുക പാനിലിട്ട്. അതിനാണ് ഇതിന് പാൻ കേക്ക് എന്ന് പറയുന്നത്. അങ്ങനെ ടേസ്റ്റ് എല്ലാം നമ്മൾ സാധാരണ കേക്ക് ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ്. പക്ഷേ ഇത് ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ പാനിലൊഴിച്ച് അത് ഉണ്ടാക്കിയേ ഉള്ളൂ. വളരെ നല്ല ടേസ്റ്റാണ്. നിങ്ങളിതൊന്ന് ഉണ്ടാക്കി കഴിച്ച് നോക്കിക്കോളൂ. പരത്തരുത് കേട്ടോ. ഞാൻ രണ്ടാമത് കാണിക്കുകയാണ്, അത് പരത്തരുത്. കേട്ടോ, ഇപ്പം അതുകൊണ്ടല്ലേ ഈ മാവ് ഇങ്ങനെ കുഴി പോലെയൊക്കെ വന്നത്. അതങ്ങനെ നമ്മൾ തിരിച്ചിട്ടാൽ മതി. ദോശയൊക്കെ തിരിക്കില്ല, അതേപോലെ തന്നെ തിരിച്ചിട്ട് എടുത്താൽ മതി. വളരെ നല്ല ടേസ്റ്റാണ്. ഇത് 2 ദിവസമൊക്കെ ഇരിക്കും കേട്ടോ, ഒരു കുഴപ്പവും ഇല്ല, ചീത്തയൊന്നും ആവത്തില്ല. ഫ്രിഡ്ജിൽ വെക്കണമെന്നൊന്നുമില്ല, വെളിയിൽ തന്നെ വെച്ച് നമ്മൾ ചൂടാക്കി കഴിച്ചാലും മതി, ഒന്നും ആവില്ല. ഇതേപോലെ തന്നെ എല്ലാ മാവുകളും നമ്മൾ ചുട്ടെടുക്കുക, ദോശക്കല്ലിലിട്ട് ചുട്ടെടുക്കുക പാൻ കേക്ക്. വളരെ നല്ല ടേസ്റ്റാണ്. ഇത് നമ്മൾ കഴിക്കുന്നത്
തേൻ്റെ കൂടെ ചേർത്തിട്ടാണ് കഴിക്കുന്നത്. അത് വളരെ ടേസ്റ്റാണ്. പക്ഷേ നമ്മളിതിൽ മധുരം തീരെ കുറവാണ് ഇട്ടിരിക്കുന്നത്. 1/2 കപ്പേ നമ്മൾ ഇട്ടിട്ടുള്ളൂ. പിന്നെ പഴത്തിൻ്റെ ഒരു ചെറിയ മധുരവും, അധികം മധുരവും ഇല്ല ഇതിൻ്റെ കൂടെ നമ്മൾ എപ്പോഴും തേൻ ഒഴിച്ചാണ് നമ്മൾ കഴിക്കുന്നത്. ഇത്രയും പാൻ കേക്ക് എനിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല സ്പോഞ്ചി ആയിട്ട് നല്ല ടേസ്റ്റായിട്ടുള്ള നല്ല ഡെലീഷ്യസ് ആയിട്ടുള്ള പാൻ കേക്ക് റെഡി ആയിട്ടുണ്ട്. നമ്മളിത് ചൂടോടുകൂടി തന്നെ നമ്മളത് ഉപയോഗിക്കാം. ആറിക്കഴിഞ്ഞിട്ടും നമുക്ക് ഉപയോഗിക്കാം, ഒന്നും കുഴപ്പമില്ല. കേക്കിൻ്റെ അതേ ടേസ്റ്റ് തന്നെയാണ്. പിന്നെ നമ്മളിത് കഴിക്കുന്ന സമയത്ത് ഒരു പാത്രത്തിൽ എടുത്തിട്ട് ഹണി അതിൻ്റെ അകത്തോട്ട് ഒഴിച്ചിട്ട് ആ ഹണിയുടെ കൂട്ടത്തിൽ ഇതേപോലെ ഹണി തൊട്ട് കഴിച്ച് നന്നായിട്ടുണ്ടാകും. എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കിക്കോളൂ കേട്ടോ. താങ്ക് യു വ്യൂവേഴ്സ്.